പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെരമ്യാ പ്രവചനം 32 അധ്യായം 17 വാക്യം. അയ്യോ യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് സകലതും സാധ്യമത്രേ. അവൻ ഒരു കാര്യവും അസാധ്യമല്ല. യെരമ്യാ പ്രവചനത്തിലെ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്കും അത് തന്നെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നോക്കി വിളിച്ചു പറയണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നാം ഏറ്റുപറയണം. എൻ്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ജീവിതത്തിൻ്റെ എത്ര കഠിനമായ പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രതിസന്ധി ആയിക്കോട്ടെ, ആവശ്യങ്ങളായിക്കോട്ടെ, അവയെ നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം, എൻ്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. അതുകൊണ്ടാണ് യെരമ്യാവ് വിളിച്ചു പറയുന്നത്, കർത്താവേ, നിൻ്റെ നീട്ടിയ ഭുജം കൊണ്ട്, മഹാശക്തിയുള്ള കരം കൊണ്ട് ഈ കാണുന്ന ആകാശത്തെയും ഭൂമിയെയും നീ ഉണ്ടാക്കി. നിൻ്റെ കൈ ആകാശത്തെ വിരിച്ചത്, നിൻ്റെ കരമാ ഭൂമിയെ ഉണ്ടാക്കിയത്, നിൻ്റെ വാക്കിൻ്റെ ശക്തിക്കകത്ത ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നിനക്ക് ഒരു കാര്യവും അസാധ്യമല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ നോക്കിക്കൊണ്ട് എങ്ങനെ നടത്തും, എങ്ങനെ ചെയ്യുമെന്ന് മനുഷ്യർ ഭാരപ്പെട്ടാൽ ദൈവം പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഒരു ദൈവ പൈതലിനു വേണ്ടി സകലത്തെയും നിവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന, മനുഷ്യൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്ന ജീവിതത്തിൻ്റെ ഏത് സാഹചര്യവുമായിക്കോട്ടെ, അത് ദൈവത്തിന് അസാധ്യമല്ല. ദൈവത്തിന് സകലവും സാധ്യമത്രേ. ഹല്ലേലൂയ. യെരമ്യാവ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. തൻ്റെ കയ്യിൽ ഒരു പണവുമില്ലാതെ ഇരിക്കുമ്പോൾ താൻ ഒരു നിലം വാങ്ങി, ആ നിലം ആധാരം എഴുതി തൻ്റെ പേരിലാക്കി. തൻ്റെ കയ്യിൽ ഒന്നുമില്ല, അത് വാങ്ങുവാനുള്ള, അത് നിവർത്തിക്കാനുള്ള ഹല്ലേലൂയ ത്രാണി, കപ്പാസിറ്റി തനിക്കില്ല, തനിക്കതിനുള്ള കഴിവില്ല, തനിക്കതിനുള്ള സാമ്പത്തികമില്ല. എന്നാലും കർത്താവിൻ്റെ പ്രവചനം നോക്കിയിട്ട് അദ്ദേഹം അത് വാങ്ങിയിട്ട് പറയുന്നു, കർത്താവേ, നിനക്കൊരു കാര്യവും അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ കൈയുടെ കപ്പാസിറ്റിയെക്കാട്ടിലും ഉപരി, നിൻ്റെ ബുദ്ധിയുടെ ഹല്ലേലൂയ പരിധിയെക്കാട്ടിലും ഉപരി നിന്നെ പരിപാലിക്കാൻ, നിന്നെ മാനിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നമ്മുടെ കർത്താവ് മതിയായവനത്രേ. നമ്മുടെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഏതുമായിക്കോട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യം എങ്ങനെയും ആയിക്കോട്ടെ, അതിൻ്റെ നടുവിൽ നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം, എൻ്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ രാവിലെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ചില ജീവിത സാഹചര്യങ്ങളെ നോക്കി പറയുമോ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന്? ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ഹല്ലേലൂയ ദൈവം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, നിനക്ക് സകലവും കഴിയുമെന്ന് ഇയ്യോബിലൂടെ ദൈവം പറയുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും മുമ്പോട്ട് പോകാനോ ഒരു സാധ്യതയും കാണുന്നില്ല. എന്നാലും ഇയ്യോബിന് ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണ്. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം 19 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ ഇയ്യോബ് തൻ്റെ പ്രതിസന്ധിയുടെ നടുവിലും വിളിച്ചു പറയുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എൻ്റെ കർത്താവ് ജീവിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ ഈ ത്വക്ക് നശിച്ചു പോയാലും, എൻ്റെ ജീവിതം നശിച്ചു പോയാലും, അല്ല ഞാൻ പൊടിയിലായിപ്പോയാലും, ഈ പൊടിയിൽ നിന്ന് എന്നെ ഉയർത്തുവാൻ, ദൈവം ഒരുക്കുന്ന നന്മ കാണുവാൻ എനിക്ക് സാധിക്കും. അത് അന്യൻ്റെ കണ്ണല്ല, എൻ്റെ സ്വന്തം കണ്ണ് കാണുമെന്ന് ഇയ്യോബ് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. ഈ രാവിലെ സമയത്ത് ഹല്ലേലൂയ എത്ര കഠിന ശോധനയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എൻ്റെ ദൈവം സകലത്തെയും നടത്തുന്ന ദൈവമാണ്. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പുത്രോൽപാദനത്തിനുള്ള ശക്തി നഷ്ടപ്പെട്ട് തൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഉണ്ടാകത്തില്ലെന്ന് ലോകം പറഞ്ഞിടത്ത് ഉണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കും. അബ്രഹാമിൻ്റെ ചരിത്രം നമുക്കറിയാം. ഒരു ഇസഹാക്കിനെ കൊടുത്ത് അവനെ മാനിച്ച ദൈവമാണ്. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അസാധ്യമെന്ന് പറയുന്ന, കാലം കഴിഞ്ഞെന്ന് പറയുന്ന, ഇനി നടക്കത്തില്ലെന്ന് പറയുന്ന ചിലതിനെ നടത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. ഹല്ലേലൂയ. വീണ്ടും വേദപുസ്തകത്തിൽ പറയുന്നു, മനുഷ്യർക്ക് സകലതും അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ്, വിശ്വസിക്കുന്നവന് സകലവും സാധ്യമാണ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടെ നാം പറഞ്ഞാൽ
എന്നാൽ അസാധ്യമെന്ന് പറയുന്ന പലതും സംഭവിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞാട്ട്, ചില ജീവിത സാഹചര്യങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞാട്ട്, എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നടക്കത്തില്ലെന്ന് പറയുന്നത്, ഇനി മുമ്പോട്ട് പോകാൻ ഹല്ലേലൂയ കഴിയത്തില്ലെന്ന് പറയുന്ന പലതും ജീവിതത്തിൽ ജീവൻ കൊടുക്കുവാൻ, ഹല്ലേലൂയ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതിനകത്ത് പ്രത്യാശയുടെ നാമ്പുകളെ പുറപ്പെടുവിക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ധൈര്യത്തോടെ നമുക്കും പ്രഖ്യാപിക്കാം, ധൈര്യത്തോടെ നമുക്കും ഏറ്റുപറയാം. കർത്താവ് എൻ്റെ കരം ചലിക്കുമ്പോൾ, കർത്താവ് പ്രവർത്തിക്കുമ്പോൾ, ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ലോകം കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്, ലോകം മുമ്പോട്ട് പോകാൻ ഒരു ഹല്ലേലൂയ സാധ്യതയുമില്ലെന്ന് പറഞ്ഞത് ഇന്ന് പകൽക്കാലവും ജീവനായി ഹല്ലേലൂയ വെളിപ്പെടട്ടെ. അത് അനുഗ്രഹമായി മാറട്ടെ. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, ഹല്ലേലൂയ രോഗികളെ സൗഖ്യമാക്കുന്ന, ഹല്ലേലൂയ അസാധ്യതകളെ സാധ്യമാക്കുന്ന കർത്താവിൻ്റെ കരം ഇന്ന് പകൽക്കാലവും വെളിപ്പെട്ടു വരുന്നതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ കരം ഉയർന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ആ കരം വീര്യം പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ, ആമീൻ.